എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വാതിക മുറിയിലേക്ക് കടക്കാനായിട്ട് വരുവാണ്. ഈ സമയത്താണ് സേതു മുറി കിടക്കുന്നുണ്ട്. സ്വാതിക്കത് സഹിച്ചില്ല. സ്വാതി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എടോ എഴുന്നേക്കടോ എന്ന് പറയണം. പക്ഷെ സേതു ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എടോ തന്നോട് എഴുന്നേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കുലിക്ക് വിളിക്കുവാണ്. പക്ഷെ സേതു ആണെങ്കിൽ ഒന്നുകൂടെ അങ്ങോട്ട് തലവേണയും കെട്ടിപ്പിടിച്ച് കിടക്കുവത്. പെട്ടെന്ന് പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ തലവണ ഇങ്ങോട്ട് വലിച്ചെടുത്ത് കുറെ അടിയൊക്കെ കൊടുക്കുകയാണ്. പക്ഷേ ഈ സേതു പറഞ്ഞു, എന്താ ശ്രീഹരി ഇത്? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പന്തലിന്റെ കാലൊക്കെ നന്നായിട്ട് കുഴിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ പന്തൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഇവന്റെ ഒരു ഇവന്റെ പന്തല് ഞാൻ ശരിയായി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് വീണ്ടും സാധി എന്ത് ചെയ്യാണ്, സേതുവിനെ പിടിച്ച് കൊല്ലുക്കുകയാണ്. ഇവിടെ തന്നോട് ഇങ്ങോട്ട് എഴുന്നേക്കാനാ പറഞ്ഞേ, തനിക്ക് ചെവി കേട്ടുകൂടെ എന്ന് ചോദിക്കുക. ഈ സമയം അയാൾ അങ്ങോട്ട് എഴുന്നേറ്റ്, സേതു അങ്ങോട്ട് എഴുന്നേറ്റു. സേതു എഴുന്നേറ്റ് ചുറ്റും നോക്കണം. എന്താ എന്താ കാര്യം ചോദിക്കുക. അതെ, ഇത് എന്റെ മുറിയാന്ന് പറയണേ, എന്റെ ബെഡ്റൂമാ, ഇവിടെ എനിക്ക് കിടക്കണമെന്ന് പറയാം. താൻ എഴുന്നേറ്റ് പോയെന്ന് പറയണം. പിന്നെ നിന്റെ ബെഡ്റൂമാ. അതെ, ഒരു കാര്യം ചെയ്യാം, നീ അവിടെ എങ്ങനെ പോയി കിടക്കാൻ പറയണം. എവിടെ? നീ ആ തറയിൽ പോയി കിടന്നു. പിന്നെ തറയിൽ പോയി കിടന്നു പോലും. എടാ എഴുന്നേറ്റ് പോടൂ, തന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുക. അതെ, തൽക്കാലത്ത് എനിക്ക് ഇവിടെ ഞാൻ എഴുന്നേക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നുള്ളൂ എന്ന് പറയാ. ഈ സമയത്ത് സാധ്യ പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കിടിക്കുകയും ചെയ്യുവാണ്. സേതു മൈൻഡ് ചെയ്യാതെ സേതു അവിടെ കിടന്ന് വീണ്ടും കിടന്ന് ഉറങ്ങുവാണ്. കാരണം തലേന്ന് മദ്യപിച്ചതിന്റെ മദ്യലഹരി കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒച്ചപ്പാടും വേളം കണ്ട് പൂർണ്ണിമ എങ്ങോട്ട് ഇരുന്നേ. പൂർണ്ണിമ വന്നിട്ട് ചോദിച്ചു, എന്താ സാധി, എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അമ്മ കണ്ടില്ലേ, ഇയാൾ എന്റെ ബെഡേ കയറി കിടക്കുവന്നിടണം. എന്റെ സതി ഒന്ന് പതുക്കെ പറ, പിന്നെ പതുക്കെ പറയണ ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് ഇവിടെ തന്നെ കിടന്നേ മതിയാവുള്ളൂ. നീ വാ, എന്റെ മുറി വന്ന് കിടക്കാൻ പറയണം. വേണ്ട, എനിക്ക് ആരുടെ മുറി കിടക്കണ്ട, എനിക്ക് ഇവിടെ തന്നെ കിടക്കണം എന്ന് പറയാം. ഇത് കേട്ടൻ പൂർണ്ണിമ പറഞ്ഞു, എന്റെ സാധി ഞാൻ പറഞ്ഞു, അച്ഛൻ മണിച്ചിട്ട് ഇത്രയും ദിവസമായുള്ളൂ, ദൈവത്തെ ഓർത്ത് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കലെന്ന് പറയണം. അമ്മേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, എനിക്ക് ഇവിടെ കിടക്കണം, ഇയാളോട് മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പറ. നീ എന്താ പറഞ്ഞു ഇയാളെന്നൊക്കെ? എടി അന്ന് എന്റെ ഏട്ടനാ, പിന്നെ ഒരു ഏട്ടൻ വന്നിരിക്കുന്നു, മോൾ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തി അവിടുന്ന് ഹാളിലേക്ക് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുവാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവിടെ തന്നെ കിടക്കുള്ളൂ എന്ന് പറയാം. അപ്പോഴാണ് ഋതുവും അച്ഛനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താ അമ്മേ പ്രശ്നം, എന്താ കാര്യം ചോദിക്കുക. സാധി പറഞ്ഞു, ഒരുത്തനുണ്ടല്ലോ ഇവിടെ, അയാളാണെങ്കിൽ ആണ്ടെ അവിടെ കയറി കിടക്കുന്നു, എന്റെ മുറി കയറി കിടക്കുന്നു. ഇത് കേട്ടത് ഇത് പറഞ്ഞു, അയാൾ അതല്ല അതിലപ്പുറവും ചെയ്യും. ഇങ്ങനെ പോയിട്ടാണെങ്കിൽ മിക്കവാറും അയാൾ ഈ വീട് അങ്ങോട്ട് ഭരിക്കൂന്ന് പറയാം. പെട്ടെന്ന് തന്നെ അച്ചു പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. പിന്നെ പറയാതെ ഈ സമയം പൂർണ്ണിമ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഒച്ചപ്പാടും വേളവും കടന്ന് ഉണ്ടാക്കണ്ടെന്ന് പറയണം. അപ്പോഴാണ് സേതു അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. സേതുവിനെ കണ്ടത് ഋതു പെട്ടെന്ന് പറഞ്ഞു, നാണമില്ലേടോ താൻ ആ മുറി കിടക്കാനായിട്ട്, ഇറങ്ങി പോടോന്ന് പറയണം. ഇത് കേട്ടതും പൂർണ്ണിമ എന്തേ മിണ്ടായിരിക്കണമെന്ന് പറയണം. സേതു പറഞ്ഞു, പോകാൻ തന്നെ ഞാൻ വന്നേന്ന് പറയണം. ഈ സമയം സേതുവിനോട് പൂർണ്ണിമ പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കുക, പോവല്ലെന്ന് പറയണം. പിന്നെ ഇതൊക്കെ കേട്ട് ഞാൻ ഇവിടെ നിൽക്കണം പോലും ഇല്ലേ? അതൊന്നും ഈ സേതുവിനെ കിട്ടില്ല. സേതു ഈ രാത്രി തന്നെ പൊക്കോളാം. അല്ലെങ്കിൽ എന്നോട് ഇവിടെ നിൽക്കാനും പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചു നിർത്തിയതും പോരാ, എന്നിട്ട് ഇപ്പൊ എന്നെ ഇറക്കി വിടുവല്ലേ? എനിക്കറിയായിരുന്നു ഇതൊക്കെ ഉണ്ടാവുന്നു, അതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് വരായിരുന്നെന്ന് പറയണം എന്നും പറഞ്ഞ് സേതു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കുറുപ്പമാൻ അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് കുറുപ്പമാൻ ചോദിച്ചു, എന്താ സേതു, എന്താ കാര്യം ചോദിക്കുക. ഞാൻ പോവാന്ന് പറയണം. പോകുവോ? എങ്ങോട്ട്? അതെ, എനിക്കൊരു വീടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയണം. പെട്ടെന്ന് കുറുപ്പമ്മ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അത് സ്വാതിയുടെ മുറി കിടന്നും പറഞ്ഞാണ്ടാ കുഴപ്പം. ഇതേ മോനെ എങ്ങനെ പോവല്ലേ? പൂർണ്ണിമ പറഞ്ഞു, അതെ അവനോട് പറ കുറുപ്പേട്ട, പോവല്ലെന്ന് പറ എന്ന് പറയണം. അച്ഛന്റെ കർമ്മങ്ങൾ തിരുന്നോളം വരെങ്കിലും ഇവിടെ നിൽക്കാൻ പറയണം. ഇത് കേട്ട സേതു പറഞ്ഞു, ഒരച്ഛനും അമ്മയും വന്നിരിക്കുന്നു, ഞാൻ പറയണില്ല, അച്ഛന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് മക്കൾക്കൂടെ എന്ന് തോന്നണ്ടേ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേനും കുറുപ്പേട്ടൻ പെട്ടെന്ന് ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ഈ സമയം പൂർണ്ണിമ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും കുറുപ്പേട്ട, ദേ മാധവേട്ടന്റെ മുറിയുണ്ടല്ലോ, ആ മുറിയിലെ സേതുവിനെ കൊണ്ടൊക്കെ എടുത്തു, സേതു അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ഇനി കർമ്മങ്ങളൊക്കെ തീർന്ന് പോകുന്നോടം വരെ സേതുവേട്ടനല്ല സേതു ആ മുറി കിടന്നോളും എന്ന് പറയാം. പെട്ടെന്ന് കുറിപ്പേട്ടൻ മോനെ സേതു നീ ഇങ്ങോട്ട് വാ, അച്ഛനെ മുറി പോയി കിടന്നോളം പറയണം. ഞാൻ അച്ഛനെ മുറി പോയി കിടക്കുന്നില്ല, എനിക്ക് ഇവിടെ നിന്ന് പോയാമെന്ന് പറയും. അതെ ഇങ്ങോട്ട് വാ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ബലമായിട്ട് അങ്ങനെ സേതുവിനെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ സമയം പൂർണ്ണം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളോട്, മേലാല് ഇതുപോലത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കില്ല, കർമ്മങ്ങൾ തീരുന്നോടം വരെ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും പറയാം. അത് കേട്ട് ഋതു പറഞ്ഞു, അമ്മ എന്ത് അറിഞ്ഞിട്ടേ കാണിക്കുന്നേ, കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പ്രതാപനങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു പറയാം. ഇത് കേട്ടൻ പൂർണ്ണം പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് വേണം പോക്കോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെങ്കിൽ മാധവേട്ടന്റെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സേതു ഇവിടെ ഉണ്ടാവണം. അറിയാലോ, സേതുവിന് ഒരു കാരണവശാലും ഇവിടുന്ന് പറഞ്ഞു വിടില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായേക്കില്ല, ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് പോവാണ്. പോകുന്നതിനും ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെ
ഒരു മരണ വീടാണിത്. ആ ഒരു ചിന്ത എല്ലാവർക്കും വേണം. ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറയാണ്. ഇച്ചിരി സമാധാനമാണ് മനുഷ്യന് വേണ്ടേ എന്നും പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് അച്ചു അങ്ങോട്ട് പോയി. ഋതുവും സ്വാതിയും പരസ്പരം നോക്കുവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ സ്വാതിയും ഋതുവും കൂടെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് അച്ചുവും കൂടെ അങ്ങോട്ട് വന്നു. അപ്പൊ ഋതു കണക്കുകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, കണക്കുകളൊന്നും അങ്ങ് ശരിയാവുന്നില്ല, ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മൊത്തം കുഴഞ്ഞു പറഞ്ഞ് കിടക്കുമെന്ന് പറയണം. ഈ സമയം അച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ പോയാൽ മതി, പോയി അവിടെ ചെന്നിട്ട് കണക്കുകളൊക്കെ നോക്കിയാൽ മതി എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? ഞാൻ ഇനി കടയിലേക്ക് പോയില്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല, കടയിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കണം, അതെങ്ങനെ ശരിയാവും? അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, കർമ്മങ്ങളൊക്കെ കഴിയാതെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും സ്വാതി പറഞ്ഞു, അതെ ചേച്ചി പോക്കോ, ചേച്ചി ഇവിടെ നിന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയണം ഋതുവിനോട്. ഇത് കേട്ടപ്പത്തിനും അച്ചു പറഞ്ഞു, എന്താ പ്രതാപനങ്ങൾ നോക്കില്ലേ കാര്യങ്ങൾ കടയിലെ, പിന്നെ എന്തിനാ ഇപ്പൊ ഋതു പോണേന്ന് ചോദിക്കാം. പ്രതാപനങ്ങളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. എവിടെയെങ്കിലും കൊടി പിടിച്ച് ആരെങ്കിലും പോകുന്നുണ്ട് ആ പുറകെ പോകുന്ന, അങ്ങനെ ഒരാളെ കട ഏൽപ്പിച്ചിട്ട് അങ്ങോട്ടേലും മാറി നിൽക്കാൻ പറ്റുമോ എൻ്റെ ചേച്ചിക്ക് അതിനുള്ള ബുദ്ധി പോലും ഇല്ലെന്ന് സാദി പെട്ടെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ജോലിക്കാരി ബേബി ചേച്ചി അങ്ങോട്ട് വന്നേ. ബേബി ചേച്ചിനെ കണ്ടതും സാദി ചോദിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ആയോ? നന്നായിട്ട് വിശക്കുമെന്ന് പറയണേ. ബ്രേക്ക്ഫാസ്റ്റ് ആയി. അതെ, സാദി മോൾക്കുള്ള കാര്യം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഋതുവിനുള്ള ദോശയും അച്ഛനുള്ള ഉപ്പുമാവും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ സാദി പറഞ്ഞു, എനിക്കുള്ള കോൺഫ്ലെക്സ് എനിക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞു, ബാ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്താണ് അവരാ കാഴ്ച കാണുന്നത്. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ സേതു അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതു ആദ്യം ദോശ എടുത്തങ്ങ് വെച്ച് കഴിക്കുവാണ്. അപ്പൊ ഇവരവിടെ നോക്കി നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബേബി ചേച്ചി നോക്കി നിൽക്കുക, സേതുവിന്റെ കഴിപ്പുണ്ട്. അങ്ങനെ ദോശ ആദ്യം എടുത്ത് കഴിച്ചു. പിന്നീട് ഉപ്പുമാവ് എടുത്ത് കഴിക്കുകയാണ്. ഉപ്പുമാവ് കറിയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നീട് നോക്കി കഴിയുമ്പോഴത്തേനും കോൺഫ്ലെക്സ് ഒരു പാത്രത്തിനകത്തിരിക്കുന്നു. ആഹാ, ഇത് കൊണ്ടായിരുന്നോ, കൊള്ളാലോ, നല്ല രുചിയുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അത് ഫുള്ള് അങ്ങോട്ട് കഴിച്ചു. പിന്നീട് അങ്ങോട്ട് വന്ന് ബേബി ചേച്ചി പറഞ്ഞു, അതെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയും ടേസ്റ്റിന് അടുത്ത ഇടയ്ക്കില്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടേ ഇല്ലെന്ന് പറയണം. ഇത് കേട്ട് ഋതുവിനും സ്വാതിക്കും ആകെപ്പാട് ടെൻഷനായി. തങ്ക് കഴിക്കാനുള്ള ഫുഡ് മുഴുവൻ ഒറ്റ ഇരിപ്പിന് സേതു കഴിച്ച് രേമ്പൊക്കെ കൂടി സേതുവും കൊണ്ട് എഴുന്നേറ്റ് പോവാണ്. ഇത് കണ്ടപ്പോൾ അച്ഛനും ശരിക്കും പറഞ്ഞ ചിരിയാണ് വന്നത് ഈ കഴിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. പിന്നീട് കാണിക്കുന്ന പൂർണ്ണിമയുടെ എരിയിലേക്ക് മക്കളും മൂന്നുപേരും കൂടെ ചെല്ലുവാണ്. എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്താന്ന് ചോദിക്കാം. ഞങ്ങൾക്ക് വിശക്കുവാന്ന് പറയണം. വിശക്കുന്നോ? അത് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടാക്കിയത് കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. അതെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയത് മൊത്തം അമ്മയുടെ മകനാന്ന് പറഞ്ഞ ഒരുത്തിനോടെ ഉണ്ടല്ലോ, അത് ഇന്ന് തീർത്തെന്ന് പറയാണ്. ആര്, സേതുവോ? അതെ എനിക്ക് വിശക്കുന്നത്, എനിക്കിപ്പോൾ ഫുഡ് വേണമെന്ന് പറയാം. അല്ല ബേബി ചേച്ചിയോട് പറയാൻ മേലായിരുന്നു. ബേബി ചേച്ചി പറഞ്ഞു, ഇനി 1 മണിക്കൂർ കഴിയണം എല്ലാം ഉണ്ടാക്കി വരണമെങ്കിൽ. കാരണം ഓരോരുത്തർക്കും ഓരോ വിഭവമല്ലേ വേണ്ട. ഒരാൾക്ക് ദോശയാണെങ്കിൽ ഒരാൾക്ക് ഉപ്പുമാവ്, ഒരാൾക്ക് കോൺഫ്ലെക്സ്, അങ്ങനെ ഓരോ കാര്യങ്ങളാണ് വേണ്ടേ. ഇതിനെല്ലാം ഉണ്ടാക്കാനായിട്ട് കുറെ സമയം എടുക്കുമല്ലോ. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ലെന്ന് സാധി പറയാം. അപ്പൊ ഇത് പറയാം, അയാൾ കാരണം ഈ പ്രശ്നത്തിലെല്ലാം കാരണം. അയാൾ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടണമെന്ന് പറയാം. അയാളുണ്ടെങ്കിൽ ഇവിടെ ഒരു സമാധാനം കിട്ടത്തില്ലെന്ന് പറയും. നീ എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയണേ? അത് വലിയേട്ടൻ എന്നുള്ള ചിന്ത പറഞ്ഞു പോയോ? ഒരു വലിയേട്ടൻ പോലും. അമ്മയ്ക്ക് നാണമില്ല അയാൾ ഇവിടെ പിടിച്ചു നിർത്താനെന്ന് ചോദിക്കുവാണ്. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല, പിന്നെ എന്തിനാ അയാൾ ഇവിടെ അമ്മ പിടിച്ചു നിർത്തിയെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ പൂർണ്ണിമ പറഞ്ഞു, അതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സേതുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. അമ്മ എന്തിനാ അമ്മേ അയാൾ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നേ? കാരണം അമ്മയുടെ അച്ഛൻ്റെയും ജീവിതത്തിൽ നിന്ന് ഒരു പക്ഷേങ്കിൽ അയാൾ നേരത്തെ തന്നെ പോയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം കുളമായി പോയെന്ന് പറയാം. എന്നും അലമ്പും വഴക്കം തന്നെ ഉണ്ടാവുമായിരുന്നുള്ളെന്ന് പറയാം. പെട്ടെന്ന് പൂർണ്ണ പറഞ്ഞു, അല്ല സേതുവിന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? സേതുവായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയതാ, ഞങ്ങളോടൊപ്പം ജീവിക്കാനായിട്ട് സേതുവിന് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് മാധവേട്ടനും അവൻ സ്വന്തം മോനെ പോലെ ആയിരുന്നു. ഒരു പക്ഷേങ്കിൽ അവൻ എന്നെ കാണുന്നത് അവന്റെ അമ്മയുടെ ജീവിതം തട്ടിത്തെറിപ്പിച്ച ഒരു രണ്ടാനമ്മയായിട്ടാണ് കാണുന്നത്. അവനെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആ ഒരു രീതിയിൽ അവൻ എന്നെ കാണുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അവനെ സ്വന്തം മകനെ പോലെയാണ് കരുതുന്നത്. അത് ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ മരിക്കുന്നോളം കാലം അതുവരെ എൻ്റെ മനസ്സിൽ അവനൊരു സ്ഥാനമുണ്ട്. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ. അത് വിശക്കുന്നുണ്ടെങ്കിൽ ബേബി ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കി തരും, അത് കഴിക്കുക. അവനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം, അല്ലാതെ അവന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൂർണ്ണിമ കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന പല്ലവിയുടെത്തേക്കും പല്ലവിയുടെ കൂട്ടുകാരി സ്മൃതി വരുവാണ്. അങ്ങനെ സ്മൃതി വന്നപ്പം അവിടെ പുറത്ത് മുറ്റത്ത് തന്നെ മധുവും ശോഭയുണ്ടായിരുന്നു. അപ്പൊ അവരോട് ചെന്തി ശ്രുതി പേര് മാറിപ്പോട്ടെ, പല്ലവി എന്തേന്ന് ചോദിക്കുകയാണ്. മോളകത്തുണ്ടെന്ന് പറഞ്ഞാൽ ശരി ഞാൻ ഒന്ന് കണ്ടിട്ട് കേട്ടെ ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ പല്ലവി അവിടെ ടെസ്റ്റൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു.
പെട്ടെന്ന് സ്മൃതിയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ സ്മൃതി പതിവില്ലാതെ? അതെ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നാന്ന് പറയും. കാണാൻ എന്തു പറ്റി? അതെ, ഒരു അർജന്റ് കാര്യമുണ്ടെന്ന് പറയാം. എന്താ കാര്യം? അതെ, നാളെ നീ ഒരു സ്ഥലം വരെ പോകണം. സ്ഥലത്തും എന്തിന്? അത് ദൂരെ സ്ഥലം, ഇച്ചിരി ദൂരെ ഉണ്ട്. പക്ഷേങ്കിൽ അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയണം, ഒരു കോളേജിൽ. ഇന്റർവ്യൂ? അതെ, പക്ഷേ ഇച്ചിരി ദൂരെ കൂടുതലുണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യ, നീ ആ നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു റിലേഷൻ അവിടെയുണ്ട്, അതുകൊണ്ട് ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് പറഞ്ഞു, അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് വന്ന് പറഞ്ഞാൽ അന്ന് നീയും കൂടെ എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കും. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല, എക്സാം ഒക്കെ അടുത്ത് വരുന്ന സമയമല്ലേ, അതുകൊണ്ട് എനിക്ക് ലീവ് കിട്ടില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യ, നിന്റെ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, ബോഡി ഗാർഡിനെ കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ പറയണം. ആര്? സേതു വേണ്ടേ? അതെ. അത് ശരിയാകത്തില്ല, അമ്മയ്ക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യ, അമ്മയോടും അച്ഛനോടും ഒന്നും പറയണ്ട ഇന്റർവ്യൂവിന് പോവാന്നുള്ള കാര്യം, ജോലിയെ കിട്ടിയതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാം. എന്നാലും ഇല്ല, നീ വിളിച്ചു പറ, ഉറപ്പായിട്ട് സേതുവേടൻ നിന്റെ കൂടെ വരുമെന്ന് പറയാം. പിന്നീട് സ്മൃതി അങ്ങോട്ട് പോവാണ്. ഈ സമയം ആലോചിച്ചു, ശരിയാ, ഒന്ന് വിളിച്ചു ചോദിക്കാം, വരുവരെന്ന് വിളിച്ചു ചോദിക്കാൻ നേരത്ത് പല്ലവി ഫോൺ വിളിക്കുകയാണ്. ഫോൺ ഡൈനിങ് ടേബിളെ വെച്ചിട്ടാണ് സേതു പോയത്. അങ്ങനെ ഫോൺ ബെല്ലടിച്ച് കഴിയുമ്പോഴത്തേനും അച്ചു അങ്ങോട്ട് വന്നു. ഇത് സേതുവേട്ടന്റെ ഫോണാണല്ലോ. നോക്കണം, പല്ലവി. ഇതാരാ വിളിക്കും? പല്ലവി ഗേൾ ഫ്രണ്ട് മറ്റോ ആണോ? കോൾ എടുത്തേക്കാൻ നേരത്ത് കോൾ എടുക്കുവാണ്. ഈ സമയം പല്ലവി പറഞ്ഞു, എത്ര സമയമായിട്ട് ഞാൻ വിളിക്കുന്നു സേതുവേട്ട, എന്താ കോൾ എടുക്കായിരുന്നേ? അതെ, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചേ. ഇനി അവിടെ വല്ല തിരക്കുവാണോ? അന്നെങ്കിൽ ഒരു കാര്യം ചെയ്ത് സേതുവേട്ടാ, തിരക്ക് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. അത്യാവശ്യമായിട്ട് കാര്യം പറയണ്ട, മറക്കല്ലേ കേട്ടോ എന്ന് പറയണേ. ഇത് കേട്ടത് അങ്ങേ തിരക്കോ റെസ്പോൺസും ഇല്ല. ഇത് എന്നെ ഒന്നും മിണ്ടാത്ത സേതുവേട്ടാ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ച് വീണ്ടും ഹലോ ഹലോ എന്ന് പറയാണ്. പെട്ടെന്ന് അങ്ങേ തലയ്ക്കൊന്ന് അച്ചു പറഞ്ഞു, ഞാനേ സേതുവല്ല, ഞാൻ അവന്തികയാ ഫോൺ എടുത്തേക്കണെന്ന് പറയണം. പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടായി. അയ്യോ, അതെ, സേതുവേട്ടൻ വരുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയണം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ പല്ലവി ഫോൺ വെക്കുക. എന്ത് വിചാരിച്ചു കാണോ ആ കുട്ടി തന്നെ കുറിച്ച്? വേണ്ടായിരുന്നു, ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത പല്ലവിയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സമയം അച്ചു ഓർത്ത, അതാരായിരിക്കും പല്ലവി? അറിയത്തില്ല. അപ്പോഴാണ് സേതു അങ്ങോട്ട് വരുന്നത്. സേതു കണ്ട് തൻ്റെ ഫോണ് അച്ചുവിൻ്റെ കയ്യിലിരിക്കുന്നത്. നീ എൻ്റെ ഫോൺ എടുത്ത് എന്തിനാന്ന് ചോദിക്കാം. അല്ല പിന്നെ കോള് വന്ന ഉടനെ ചാടി എടുക്കുമെന്ന് ചോദിക്കും. അല്ല ഞാൻ പിന്നെ ഇങ്ങ് താടിയെന്ന് ഞാൻ ഫോൺ മേടിക്കുക, മേലാല് എൻ്റെ ഫോൺ എടുത്തേക്കല്ലെന്ന് പറയണം. അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അച്ചു പെട്ടെന്ന് ചോദിച്ചു, അല്ല സേതുവേട്ടാ, ഇതാരാ പല്ലവിന്ന് ചോദിക്കുക. പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി സേതു. അതാരെങ്കിലും ആട്ടെ, എന്താ കുഴപ്പം? അല്ല, വന്നു കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു, എന്തോ അർജന്റ് കാര്യം പറയേണ്ടത്. ശരിയെന്നും പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് പോവാം. പിന്നീട് സേതു പല്ലവിനെ വിളിക്കുകയാണ്. പല്ലവിനെ വിളിച്ചു കഴിയുമ്പോൾ പല്ലവി ചോദിച്ചു, സേതുവേടൻ തിരക്കിലാണെന്ന് ചോദിക്കും. എന്താ? അല്ല, നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമെന്ന് ചോദിക്കുകയാണ്. കാര്യം എന്താ? അതെനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, കുറച്ച് ദൂരെയാ, പത്തനംതിട്ട വരെ പോകണമെന്ന് പറയണം. ശരി, ഞാൻ വരാമെന്ന് പറയണം. അല്ല, അവിടെ അത്രയും ദൂരം ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, എന്ത് ചെയ്യും? ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? അല്ല, അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഉണ്ട്, അവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ്. ശരി, നമുക്ക് പോയേക്കാന്ന് പറയണേ. പിന്നീട് അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വാതിക്കൽ അച്ചു വന്നേ. അച്ചു വന്ന് നോക്കണം. ഓഹോ, അപ്പൊ ഇത് ഗേൾഫ്രണ്ട് തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഇത്ര സമയം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണെന്ന് പറയാണ്. അങ്ങനെ ശരിയെന്നും പറഞ്ഞിട്ട് പിന്നീട് പല്ലവി ഫോൺ വെക്കുവാണ്. ഈ സമയം അച്ചു പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുവാണ്. സേതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നാളത്തെക്കുറിച്ച്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.